ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നൂഡിൽസ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ഡിഷാണ്. ഇത് കുട്ടികൾക്കായിട്ട് ഉള്ളൊരു ഡിഷാണിത്. വലിയവർക്കും കഴിക്കാം, എങ്കിലും കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും ഒക്കെ നല്ലതാണ്. ഇതിനകത്ത് ആവശ്യമുള്ള സാധനം മുട്ട, വെജിറ്റബിൾസ് ആൻഡ് നൂഡിൽസ് നമ്മൾ സാധാരണ വേവിക്കുന്ന പോലെ അതിൻ്റെ നൂഡിൽസിൻ്റെ മസാല ഇട്ട് വേവിക്കാം. മുട്ട പൊട്ടിച്ചൊഴിക്കാം ഒരു ബൗളിലേക്ക്. അതിലേക്ക് 3 മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത്. 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. നമുക്ക് മുട്ടയുടെ അളവ് കൂട്ടാം, കുറയ്ക്കാം, അങ്ങനെ വല്ലതും ചെയ്യാം. 2 പാക്കറ്റ് നൂഡിൽസിന് 3 മുട്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ 4 എടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നു. മുളക് പെപ്പർ പൗഡറാണ് ചേർക്കുന്നത്. ഇത് പച്ചമുളകൊന്നും ചേർക്കുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനായതുകൊണ്ട് അവർക്ക് എരിക്കുമല്ലോ, അതുകൊണ്ട് പെപ്പർ മതി. പെപ്പർ പൗഡർ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് പാല് ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ പാല് ചേർത്തു. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർക്കാം. റെഡ് ക്യാപ്സിക്കം, പച്ച ക്യാപ്സിക്കം ചേർക്കാം, യെല്ലോ ക്യാപ്സിക്കം ചേർക്കാം. പിന്നെ വേറെ വെജിറ്റബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. ക്യാബേജ്, ക്യാരറ്റൊക്കെ, ഓണിയൻസ്, തക്കാളി, മല്ലിയില ആഡ് ചെയ്യാം. പിന്നെ റോസ്മേരി, പാലൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് വേവിച്ച നൂഡിൽസ്, നമ്മൾ തവയിലിട്ട് വേവിച്ചിരുന്നല്ലോ, ആ നൂഡിൽസ് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഞാൻ നൂഡിൽസ് വേവിക്കാൻ വെച്ച ഇത് റെക്കോർഡായില്ല, അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത്. അത് ഇതിലേക്ക് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നൂഡിൽസ് ആകുമ്പോൾ മിക്സ് ആവാൻ കുറച്ച് പാടാണ്. ഇളക്കി കൊടുത്ത് നന്നായിട്ട് പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഫ്ലേവറിന് റോസ്മേരി ആഡ് ചെയ്യാം. പിന്നെ വേറെ എന്തെങ്കിലും നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ ഓരോ കുട്ടികളുടെ ചീസ് ആഡ് ചെയ്യാം. ചീസ് മുകളിൽ വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ച് നമുക്ക് പിസ്സ മാതിരി മുറിച്ചെടുക്കാം. നമ്മുടെ ഇഷ്ടം പോലെ നമുക്കിതിന് മാറ്റങ്ങളൊക്കെ വരുത്താം. തവയിൽ നെയ്യാണ് ആഡ് ചെയ്തത്. കുട്ടികൾക്കായതുകൊണ്ടാണ് നെയ്യ്, അല്ലെങ്കിൽ ബട്ടർ ചേർക്കാം. അതിലേക്ക് ഒരു തവി കോരി ഒഴിക്കുക. എന്നിട്ട് അപ്പം ഉണ്ടാക്കുന്ന പോലെ റൗണ്ട് ഷേപ്പിൽ ആക്കി വയ്ക്കുക. അപ്പോൾ അതിൻ്റെ അടിഭാഗം നന്നായി മൊരിഞ്ഞ ശേഷം മാത്രമേ മറിച്ചിടാവുള്ളൂ, അല്ലെങ്കിൽ ഇളകിപ്പോകും. മുട്ട നല്ല ബൈൻഡിങ് ആയതുകൊണ്ട് അത് മുട്ടയുടെ ഇതിൽ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. തീ കൂട്ടിയിടരുത്, തീ കുറച്ചിട്ട് വളരെ ക്ഷമയോടെ ഉണ്ടാക്കണം. തീ കൂടിപ്പോയാൽ കരിഞ്ഞു പോകും. കുറച്ച് ടൈം എടുക്കും, പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതിൻ്റെ അടിഭാഗം നല്ല മൊരിഞ്ഞ് വരണ്ടേ, അതുകൊണ്ട് പതുക്കെ ആയി വരത്തുള്ളൂ. അത് മറിച്ചിട്ട ശേഷം അധിക സമയം ഇടേണ്ട കാര്യമില്ല. മറിച്ചിട്ട് കഴിഞ്ഞിട്ട് അത് കുക്കായല്ലോ ഓൾറെഡി, അപ്പോൾ കുറച്ച് സമയം കൂടെ ഇട്ടിട്ട് നമുക്കങ്ങ് എടുക്കാം. നല്ല നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ബ്രൗൺ കളറാകുന്നവരെ വയ്ക്കുക. ഇതായിട്ടുണ്ട്. ഇതുപോലെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കുക. ഇനി ഇത് സെർവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോസ് കൂട്ടി കഴിക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. എല്ലാവരും ട്രൈ ചെയ്യണം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.